നമസ്കാരം ഗൈസ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നു ഹൗ ടു മേക്ക് ചായ. അപ്പൊ ചായ നിങ്ങൾ വിചാരിക്കും എന്തിനാ ചായ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അങ്ങനെയുള്ള ആന്റിമാരുണ്ടല്ലേ ഞാൻ ചായ ഉണ്ടാക്കാൻ ആരും പറയണ കേട്ടാ. അതേ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്ന ഗൾഫിലൊക്കെ താമസിക്കുന്നവർ നമ്മളെക്കാട്ടി അറിയാം, എന്നാലും എൻ്റെ ഒരു മനസ്സമാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കതിന് ആദ്യം ആവശ്യമായിട്ട് വേണ്ട എന്തെന്ന് വെച്ചാൽ പാലാണ്. പാലെടുത്തിട്ടുണ്ട്. പാല് മിൽമയുടെ പാല് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പെണ്ണ് എന്തൊരു പറയണത്, ചായ ഉണ്ടാക്കി നമുക്ക് ആർക്കും അറിഞ്ഞൂടെ. അങ്ങനെയല്ല കൈ, നമ്മൾ പുച്ഛിക്കരുത്. പലർക്കും ചായ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ആവശ്യമുള്ളത് എന്തിനാണ്? പാലാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത് നമുക്ക് എന്തിനാണ് ആവശ്യമുള്ളത്? ചായ ഇടുന്ന പാത്രം. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. പാരമ്പര്യം നമ്മൾ ഉപയോഗിക്കുന്ന ചായപാത്രമാണിത്. കണ്ടാൽ ഇങ്ങനെ നടപ്പുള്ള ചായപാത്രം. എല്ലാവരുടെ വീട്ടിലും നീണ്ട പിടിയുള്ളായിരിക്കും. എന്റെ ചേട്ടന്റെ വീട്ടിൽ അങ്ങനെ നീണ്ട പിടി, നമ്മളെ വീട്ടിലും നീണ്ട ഇത്. എന്റെ അമ്മയുടെ വീട്ടിലെ ചായപാത്രം, ഒരു ചായപാത്രം. ഇതിൽ ആവശ്യമായ പാൽ ഒഴിച്ചെടുക്കണം ഫസ്റ്റ്. ബാക്കി ഞാൻ കാണിച്ചത്. ഫസ്റ്റ് ഈ പാത്രം ഒന്ന് കൈയിട്ടോട്ടെ. കൊള്ളാല്ലേ എന്നെ കാണാൻ? ഞാൻ സുന്ദരിയായിട്ടില്ലേ? പിന്നെ ചായ വിടണമെങ്കിൽ പാലിൽ പൊട്ടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റും. പോയിന്റ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. നമ്മളിത് പൊട്ടിച്ചാൽ മാത്രം ചായയില് പാല് എന്തൊരു ഒരു സാധനം ചായ ഇടാൻ പറ്റുള്ളൂ. അതാണ് സാധനം. നമ്മളിവിടെ പിന്നെ ആവശ്യത്തിന് എനിക്ക് ഒരു ഗ്ലാസ് പാല്, ഒന്നര ഗ്ലാസ് പാല് വേണം. കാരണം കൊച്ചിന് ചൂടാക്കി കൊടുക്കണം. ബാക്കി എനിക്ക് കുടിക്കണം. ബാക്കി എൻ്റെ അച്ഛനും അമ്മയും കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പം ഞാൻ മാത്രം പാൽ ചായ കുടിക്കണം. എനിക്ക് എന്തോ പാൽ ചായ കുടിക്കണമെന്ന് തോന്നിയല്ല. ഞാൻ ഭയങ്കര പരിഷ്കാരിയായിട്ടല്ല. എനിക്കിന്ന് പാൽ ചായ കുടിക്കണം, അത്രയും തലവേദന എടുക്കണം. അതുകൊണ്ടാണ് ഇന്ന് പാൽ ചായ കുടിക്കുന്നത്. പാൽ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി പാല് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. നമുക്ക് നാളെ എടുക്കാനുള്ളതാണ്. ഓക്കെ, നമ്മൾ ചായ പാത്രം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചായ ഇനി ഉടനെ ആകുന്നു. അപ്പൊ നമുക്ക് ആ ചായ തിളക്കണമല്ല, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാക്കണം ഗൈസ്. തിളക്കട്ടെ അവിടെ കിടന്ന്. നല്ല തിള വന്നാലേ കാര്യമുള്ളൂ. ഇങ്ങനെ ബൈ ദ വേ ഗൈസ്, വെള്ളം തിളച്ചിട്ട് കുളുകുളു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ട് ഞാൻ. അപ്പൊ തേയിലപ്പൊടി ഇടണം കേട്ടാ. സ്പൂൺ ഓഫ് തേയില. ഓക്കെ, അതൊന്ന് തിള വരട്ടെ. അപ്പോൾ ഗൈസ്, ചായ ആയിട്ട് നമുക്കിന്ന് അടിക്കണം. ചായ അടിച്ചിട്ട് പത വന്നാലേ ടേസ്റ്റ് ഉള്ളൂ. എങ്ങനെ ചൂടാണ്. കൊച്ചു പിള്ളേർ ആരും അനുകരിക്കരുത് കേട്ടോ. അടിച്ചാൽ കുടിക്കണം. അപ്പൊ ഇതുപോലത്തെ ആരുടെ ചായകൾ ഇട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സാധനം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. See you.